ഹായ്, ഞാൻ ഡോക്ടർ ദേവി, കൺസൾട്ടന്റ് മൈക്രോബയോളജിസ്റ്റ് ആണ്. ഈ ഒരു വീഡിയോ ഇറ്റ്സ് നോട്ട് എനിത്തിങ് റിലേറ്റഡ് വിത്ത് മെഡിക്കൽ ഇൻഫർമേഷൻ, ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് ഹെൽത്ത്. അപ്പോൾ ഹെൽത്ത് മീൻസ് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. ഈ മൂന്ന് കാര്യത്തിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ. സോ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഞങ്ങള് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 11-12 വർഷത്തോളം വളരെ കഷ്ടപ്പെട്ട് പഠിച്ചൊക്കെ പാസ്സായി വന്ന് പ്രാക്ടീസ് ചെയ്തു തുടങ്ങുന്ന ആൾക്കാരാണ്. അപ്പൊ +2 കഴിയുമ്പോൾ തൊട്ടേ നമ്മൾ ആ ഒരു പഠിത്തത്തിന്റെ ആ ഒരു ഇതിലേക്ക് കയറുന്നവരാണ്. ഏകദേശം ഒരു 5-5.5 വർഷത്തോളം MBBS പ്ലസ് ബോണ്ട്, അത് കഴിഞ്ഞ് പിന്നെയും എൻട്രൻസ്, അത് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് കയറുന്നു, അത് കഴിഞ്ഞ് വീണ്ടും അതിന്റെ ഫൈനൽ എക്സാം ഒരു 3 ഇയേഴ്സോളം ആ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കണം, അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിന്റെ ഫൈനൽ എക്സാം, അത് കഴിഞ്ഞ് വീണ്ടും അതിന്റെ ബോണ്ട്, പിന്നെ ആഫ്റ്റർ ദാറ്റ് അതിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി. അങ്ങനെ ഞങ്ങളുടെ ഒരു പഠിത്തത്തിന്റെ ടൈം ഏകദേശം ഒരു 11 to 12 എന്നും പറയാൻ പറ്റില്ല, മോർ ദാൻ ദാറ്റ്, അതിൽ കൂടുതലും പോകും. എന്നാലും ഒരു മിനിമം ഒരു 13 to 14 ഇയേഴ്സ് എങ്കിലും പഠിത്തം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചിറങ്ങി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാലോ ലൈഫിന്റെ എൻഡ് വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കാണും. അതിപ്പോ ഡോക്ടേഴ്സിന് മാത്രമല്ല, എല്ലാവർക്കും ജീവിതത്തിന്റെ അവസാനം വരെ നോളജ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ചിലർക്കെങ്കിലും പഠിത്തം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹാർഡ് ടാസ്ക് ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ അതിനെ നമുക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്ത 1-2-3 കാര്യങ്ങളാണ്. അത് കുട്ടിക്കാലം മുതലേ അങ്ങനെ തന്നെ നോക്കി വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി വീഡിയോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യുക. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള പഠിത്തമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഡെയിലി റുട്ടീൻ ആയിട്ടുള്ള പഠിത്തമാണെങ്കിലും നമ്മൾ ആദ്യം പഠിക്കുന്നതിനെ പറ്റി ഒരു മുൻകൂർ ധാരണ വേണം. ഞാൻ എന്താണ് പഠിക്കാൻ പോകുന്നത്, എത്ര സമയത്തിനുള്ളിൽ അത് വായിച്ചെത്തണം എന്നൊക്കെയുള്ളത്. പക്ഷെ അത് ഒരിക്കലും പ്രഷർ ഉണ്ടാക്കുന്നവരതായിരിക്കരുത്. അപ്പൊ പ്രഷർലെസ് ടാർഗറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ഞാനിതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇത് വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി അതൊന്നുമില്ല. നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളൊരു രൂപരേഖ നമ്മുടെ മനസ്സിൽ മുൻകൂട്ടി കാണണം. ഞാൻ ഇന്നത് ഇതായിരിക്കും എടുക്കാൻ പോകുന്നത്, അതിൽ ഇത്രയും എനിക്ക് ഒന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റണം. പക്ഷെ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനോ വേണ്ടി ഇത് തീർക്കാൻ വേണ്ടി ഇരുന്ന് പഠിക്കുന്ന പോലെ ഒരിക്കലും പഠിക്കരുത്. അത് ആവശ്യമുള്ള കാര്യം ഒരു മുൻകൂട്ടി ധാരണയിൽ നേരത്തെ ഒരു ചെറിയ ടൈം ടേബിൾ, ചിലർക്ക് ടൈം ടേബിൾ ഒരു പ്രഷർ കൊടുക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പൊ ഞാനൊന്നും ലൈഫിൽ അങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ച ഒരാളല്ല. ബട്ട് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ദിവസത്തിൽ പഠിക്കണം, എത്ര നേരത്തിൽ പഠിക്കണം എന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മനസ്സിലായി. അതായത് ഒരേ സബ്ജക്റ്റ് തന്നെ പഠിച്ചിരിക്കുമ്പോൾ ബോറായിരിക്കും. അപ്പം ഇടയ്ക്ക് 1-2 സബ്ജക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പഠിക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം. അപ്പൊ അത് മിംഗ്ലായി ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടി ഒരു ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തത് സിഗ്നിഫിക്കൻസ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞ് ചെയ്യുക. അപ്പം വളരെ ചെറിയൊരു ക്ലാസ്സിലാണെങ്കിൽ കൂടി ആ കുട്ടി ആ ക്ലാസ്സിൽ എന്താണ് പഠിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം അതിനുണ്ടാകണം. എന്നാലേ ആ കുട്ടിയുടെ ബേസിക്സ് തറവാവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കോളേജ് ഗോയിങ് സ്റ്റുഡന്റ് ആണെങ്കിലും അവരുടെ മേ ബി അവരുടെ ഒരു സ്കിൽ, ഒരു ജോബ് സ്കിൽ ബേസ് ചെയ്തൊരു സ്റ്റഡി ആയിരിക്കും അവരപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പഠിത്തം അവരുടെ ഭാവിയിലേക്കുള്ള ഒരു സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ടുള്ള സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം കോൺസെൻട്രേഷൻ. അതായത് നമുക്ക് പഠിക്കാൻ വിശാലമായ ഒരു സ്റ്റഡി റൂമോ പിൻ ഡ്രോപ്പ് സൈലൻസോ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഈ സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ പഠിക്കേണ്ട അവസ്ഥയും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലത്. ഇതൊന്നും കിട്ടാത്തൊരവസ്ഥയിൽ നമ്മൾ ഉള്ള സാഹചര്യങ്ങളിൽ പെർഫെക്റ്റ് ആക്കാൻ നോക്കുക. ഒരു ചെയറും ഒരു വെച്ചെഴുതാൻ ഒരു സർഫസും ഉണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. ഡിസ്ട്രാക്ഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ കോമൺ ആയിട്ട് നമുക്ക് കണ്ടുവരുന്ന ഡിസ്ട്രാക്ഷൻസ് ഇതുപോലുള്ള മൊബൈൽ ഫോൺസ്, അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സുകൾ, TV അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അതും ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സുകളും നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ തോന്നുന്ന കാര്യങ്ങൾ ഒക്കെ
ഒന്ന് മാറ്റിവെക്കുക. ആ പഠിക്കാനിരിക്കുന്ന സമയം അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ആ ഒരു ടേബിളിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്ക് ഒരുപാട് വായിക്കുമ്പോഴോ പഠിക്കുമ്പോഴോ ക്ഷീണം ഒക്കെ തോന്നും. അപ്പൊ ചെറുതായിട്ട് ഒരു ബോട്ടിൽ വെള്ളം അടുത്ത് കരുതിയിരിക്കുക. പിന്നെ ഫുഡ് നമ്മൾ ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കുന്ന ശീലമുള്ളവരുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു അൺഹെൽത്തി ഹാബിറ്റ് ആണ് കേട്ടോ. നമ്മളപ്പോ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സ്, പെൻ, മാർക്കർ, ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു സ്റ്റഡി ടേബിളിൽ ഉണ്ടാവണം. സോ ഇതൊക്കെ കോൺസെൻട്രേഷനെ സഹായിക്കുന്ന ഐറ്റംസ് ആണ്. അല്ല ഒരു ഐറ്റം വിട്ടുപോയി അത് എടുക്കാൻ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ അതുവരെ ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാം പോയി നമ്മൾ കുറച്ചൊന്ന് ഡിസ്ട്രാക്ഷനിലാവും. അപ്പൊ അതല്ലാതെ നമ്മൾ ചെയ്യുന്നതിനെ മനസ്സിരുത്തി ചെയ്യുക. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം മെത്തേഡ് നമ്മൾ ഇന്ന രീതിയിൽ പഠിക്കാൻ ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവരവരുടെ എല്ലാ ആൾക്കാരും യുണീക്കാണ്. അപ്പൊ അവരവര് ആ രീതിയിൽ അനുസരിച്ചിട്ട് വേണം വായിക്കാൻ. അപ്പൊ നിങ്ങളുടേതായ ഒരു മെത്തേഡ് നിങ്ങൾ കൊണ്ടുവരിക. ഇപ്പം ചെറിയ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ നമുക്ക് നമ്മളെ ഡെയിലി ഉള്ള റൂമിൽ അല്ലെ നമ്മൾ പാസ് ചെയ്യുന്ന സർഫസിലൊക്കെ നമുക്കത് പേസ്റ്റ് ചെയ്ത് വെക്കുന്ന സ്വഭാവമുള്ളവരുണ്ട്. ഇപ്പൊ ഹോസ്റ്റലേഴ്സ് ഒക്കെ ആണെങ്കിൽ ഉറപ്പാണ് അങ്ങനത്തെ. വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്കത് പറ്റില്ലെങ്കിൽ ഒരു ചെറിയ നോട്ടില് പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കാം. അപ്പൊ ജനറലി നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ്സ് എഴുതി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് റിവിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. മെത്തേഡ് ഏതാണെങ്കിലും റിവിഷൻ വേണം എന്നാണ്. അപ്പോൾ ആ റിവിഷൻ സമയത്ത് നമുക്ക് ആ കൺസൈസ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. സോ മെത്തേഡ് നിങ്ങൾക്ക് നിങ്ങളുടേതായ മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് പഠിക്കാം. പക്ഷെ റിവിഷൻ അത് വളരെ മസ്റ്റാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ പഠിത്തത്തിൻ്റെതായിട്ടുള്ള സംഗതികളെല്ലാം ഇവിടെ കഴിഞ്ഞു. ഇനി വരുന്നതാണ് നമ്മുടെ ഉറക്കം, ഭക്ഷണം, റിലാക്സേഷൻ. അപ്പോൾ സോ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 15 to 20 minutes. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ എടുക്കാം. ചെറുതായിട്ടൊന്ന് സംസാരിക്കാനോ അല്ലെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ ഒരു സ്ട്രെച്ചിങ്ങോ ഇതൊക്കെ ഓക്കെയാണ്. ഇതൊക്കെ ചെയ്യാം. അത് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് 1 hour ഒക്കെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 10 minutes ബ്രേക്ക് ഇറ്റ്സ് മസ്റ്റ്. അല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് പറഞ്ഞിരുന്ന് തീർത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു തലച്ചോറിൽ അത് മാക്സിമം കപ്പാസിറ്റി ആയിരിക്കും. പിന്നെ അത് അങ്ങോട്ട് കയറില്ല. അപ്പം ഫുഡ്, സ്ലീപ്പ്, ഒരു 7 hours സ്ലീപ്പ് ഈസ് മസ്റ്റ്. എല്ലാ പഠിക്കുന്ന കുട്ടികളോടും പറയാനുള്ള ഒരു കാര്യം, ഒരു 7 മണിക്കൂർ സ്ലീപ്പ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും നമ്മൾ ഈ ഡെയിലി നമ്മൾ പഠിച്ചതൊക്കെ നമ്മൾ ഓർഗനൈസ്ഡ് ആവും. അത് എത്ര ടൈം ഫ്രെയിം എന്ന് പറയുന്നില്ല. അത് നിങ്ങൾ ആ ഒരു പഠിക്കുന്ന, ചിലർക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതായിരിക്കാം ഇഷ്ടം, ചിലർക്ക് ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. എന്നാലും ആ പഠിത്തത്തിന്റെ ഇടയിൽ ഒരു 7 hours സ്ലീപ്പ് ഈസ് മസ്റ്റ്. പിന്നെ ഡേ ടൈം സ്ലീപ്പ് എടുക്കുന്നവരും കാണും. പക്ഷെ അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഡേ ടൈം നാപ്പ് എടുക്കാം. അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ടൈം ടേബിൾ ഒന്ന് സ്കെഡ്യൂൾ ചെയ്താൽ മതി. പിന്നെ ഹെൽത്തി ഫുഡ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. മീലൊന്നും മിസ് ചെയ്യാതെ എല്ലാം നന്നായിട്ടൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്ന് പഠിക്കണം. നമ്മൾ ആ ഒരു പ്ലസന്റ് സ്റ്റേറ്റ് ഓഫ് എനർജിയാണ് നമ്മുടെ ഓർമ്മശക്തി കൂട്ടുന്നത്. അപ്പം അതുപോലെ തന്നെ റിവിഷനും നമ്മുടെ മെമ്മറി ന്യൂറോൺസിൽ എത്രത്തോളം സ്റ്റിമുലസ് കൊടുക്കുന്നതോ അത്രത്തോളം ഇത് നമുക്ക് ഹാർഡായിട്ട് നമ്മുടെ മെമ്മറിയിൽ ഹിറ്റ് ചെയ്തിരിക്കും. സോ ഇതൊക്കെയായിരുന്നു ഞാൻ എൻ്റെ എൻറ്റയർ സ്കൂൾ ലൈഫിലും കോളേജ് ലൈഫിലും MBBS കരിക്കുലത്തിലും പോസ്റ്റ് ഗ്രാജുവേഷൻ കരിക്കുലത്തിലും എല്ലാം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഓരോ സമയത്തും നമുക്ക് സിറ്റുവേഷൻസ് സെയിം ആയിരിക്കില്ല. സ്കൂളിംഗ് പോലെ ആയിരിക്കില്ല കോളേജ് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ പീരീഡ് അതുപോലെ ആയിരിക്കില്ല. നമ്മളൊരു പുതിയ ഫാമിലിയിലോട്ടൊക്കെ എൻട്രി ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും. അപ്പോഴും ഒക്കെ നമുക്ക് പഠിത്തം മുഖ്യം ബിഗിലെ എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ട് പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കരുത്. അപ്പൊ ആ ഒരു ഇഷ്ടപ്പെടാനായിട്ടുള്ള ആ ഒരു സർക്കംസ്റ്റൻസസ് ഒരുക്കുന്ന സംഗതികളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. സോ ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മോർ ഇൻഫോർമേറ്റീവ് ആൻഡ് മെഡിക്കൽ റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.